നമസ്കാരം. നിഷ്പക്ഷത തുടിക്കുന്ന വാർത്തകൾ കാണാൻ ചരമ പേജ് തിരയേണ്ടി വരുന്ന വർത്തമാന കാലഘട്ടത്തിൽ വാർത്താ റിപ്പോർട്ടർമാർ നമ്മുടെ മാധ്യമ ലോകത്തു നിന്നും തിരോഭവിക്കുന്ന ഇലപൊഴിയും കാലമാണിത്. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ വാർത്താലേഖകരും വിശകലന വിദഗ്ധരും വരികളിലും വരികൾക്കിടയിലും കൂടി നമ്മെ വരികൾക്കപ്പുറത്തേക്ക് നയിച്ച പരിചയസമ്പന്നരായ മാധ്യമ പ്രവർത്തകർ ഇന്ന് ഇൻഡസ്ട്രിയിൽ അനിവാര്യമല്ല. ടെക്നോളജി എല്ലാം കാലഹരണപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമ മികവല്ല, മെഷീൻ ലേണിംഗ് മികവാണ് ഇന്നത്തെ ജേർണലിസ്റ്റിനെ നയിക്കുന്നത്. ഒരു കാലത്ത് മാധ്യമ പ്രവർത്തകർ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്ന തങ്ങളുടെ അനന്യവും അനുഗ്രഹീതവുമായ ഭാഷാശൈലിയും മികച്ച എഴുത്ത് രീതികളും പ്രയോഗങ്ങളും വാക്കുകളുടെ അർത്ഥഗർഭമായ മൗനങ്ങളും ഇന്നെടുക്കാച്ചരക്കുകളാണ്. ഹർജികൾ ചമയ്ക്കാനും ആധാരമെഴുതുന്ന വെണ്ടർമാരാകാനുമാകും ഈ ജനസിലുള്ളവരുടെ ഇന്നത്തെ തലവിധി. CCTV ക്യാമറകളും വെഹിക്കിൾ ക്യാമറകളും സംഭവം തത്സമയം പകർത്തുന്ന മൊബൈലുകളുമാണ് മാധ്യമ റിപ്പോർട്ടർമാരെ റദ്ദു ചെയ്യുന്നത്. അതിനു പിന്നാലെ പറയാൻ വിധിക്കപ്പെട്ട പരാന്ന ജീവികളാണ് ഇന്നത്തെ റിപ്പോർട്ടർമാർ. പരമ്പരാഗത വാർത്താശേഖരണവും അഭിമുഖങ്ങളും ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് സൂമും ഗൂഗിൾ മീറ്റും വാട്സപ്പുമാണ്. മാധ്യമ മാനേജ്മെന്റുകൾ സ്വാഭാവികമായും വളരെ സന്തോഷിക്കും. ചെലവും കൊടുത്ത് ആളെ കെട്ടിയെഴുന്നള്ളിപ്പിക്കേണ്ട പതിവ് രീതി ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഉക്രൈൻ യുദ്ധം കവറേജ് ചെയ്തത് ആം ചെയർ ജേർണലിസം വഴിയാണ്. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആരെയും അയക്കേണ്ടി വന്നില്ല. പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ തുറന്നു വച്ച മൊബൈലുകളിലൂടെയും അവരുടെ തത്സമയ വികാര നിർഭരമായ വിവരണങ്ങളിലൂടെയും ആ യുദ്ധം നമ്മൾ പത്ര ഓഫീസിലെ കസേരകളിലിരുന്ന് പൊലിപ്പിക്കുകയും പെരിപ്പിക്കുകയും വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെയും പീരങ്കി ഷെല്ലുകളെയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോമുകളെ അതിലംഘിച്ച് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലെത്തിയ മിസൈലുകളെയും രക്ഷാമാർഗം തേടി പരക്കം പായുന്നവരെയും നമുക്ക് മുന്നിലെത്തിച്ചത് മലയാളികളായ കെയർ വർക്കർമാരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നായിരുന്നു. ആ സോഴ്സിൽ നിന്നായിരുന്നു നമ്മുടെ ഉപന്യാസ മത്സരങ്ങളെല്ലാം. ഗൾഫ് യുദ്ധകാലത്തായിരുന്നു ഈ സാധ്യത ആദ്യം പരീക്ഷിക്കപ്പെട്ടത്. ഇക്കാലത്തെ നിയമസഭയിലെ ബഡ്ജറ്റ് റിപ്പോർട്ടുകളും എയുടെ ഒരു പാർട്ടിസിപ്പേറ്ററി ജേർണലിസം കൂടിയാകുന്നുണ്ട്. ബജറ്റിലെ വലിയ ഡോക്യുമെന്റുകൾ ഏത് ഫോർമാറ്റിലും സ്കാൻ ചെയ്ത് ആവശ്യപ്പെടുന്ന രീതിയിൽ നാം ചുട്ടെടുത്തു. മിനക്കേടും അത്യുത്ഥാനവും ടെൻഷനും എല്ലാം ഒഴിവായി. നിയമസഭാ റിപ്പോർട്ടിങ്ങിൽ അഭിമാനഭാജനമായി വാഴുന്ന മാധ്യമ പ്രവർത്തകർക്ക് നമോവാകും. അസോസിയേറ്റ് പ്രസ്, റോയിറ്റർ, ബ്ലൂംബർഗ് തുടങ്ങിയ സകലമാന വാർത്താ ഏജൻസികളും ഇപ്പോൾ മുഖ്യമായും ആശ്രയിക്കുന്നത് AI ടെക്നോളജിയെ തന്നെയാണ്. ഇതിൽ പതിഞ്ഞിരിക്കുന്ന അപകടം, അൽഗോരിതം ഉണ്ടാക്കിയവന്റെ പക്ഷപാതം വാർത്തകളിൽ മുഴച്ചു നിൽക്കുമെന്നതാണ്. റിപ്പോർട്ടർ ഇവിടെ വെറും മൂകസാക്ഷിയായി മാറുന്നു. കാശ്മീർ സംഘർഷകാലത്തും ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം കാലത്തും വിഷയങ്ങൾ കവർ ചെയ്യാൻ പോകാത്ത പ്രമുഖ ചാനലുകളുണ്ട്. നേപ്പാളിലെ ജൻസി കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോയത് മാതൃഭൂമി മാത്രമായിരുന്നു. AI ടൂളുകൾ തന്നെയാണ് ഇവിടെയും ശരണം. ടെക്സ്റ്റ് വിവരങ്ങളിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളായ മിഡ്ജേണിയും ക്ലിങ് AI പോലുള്ള അനവധി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി വളരെ സ്വാഭാവികമായ ചിത്രങ്ങളും വീഡിയോകളും യുദ്ധങ്ങളുടെ തനിമയോടെ പുനഃസൃഷ്ടിക്കാൻ ഇന്ന് കഴിയും എന്നത് തന്നെയാണ് മാധ്യമ പ്രവർത്തകരെ കൈയൊഴിഞ്ഞ് മാധ്യമങ്ങൾ എങ്ങോ കുതിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പത്രങ്ങളുടെ ബിസിനസ് മോഡലുകളിലുമുണ്ട് വൻ പ്രതിസന്ധികൾ. 25 രൂപ ചെലവ് വരുന്ന ഒരു പത്രം 8 രൂപയ്ക്ക് വിൽക്കണം. അതൊരു തൊന്തരവാണ്. പത്രം വിതരണത്തിനും കാശ് കളയണം. അതിനാൽ സർക്കുലേഷൻ കൂട്ടുകയല്ല, കുറയ്ക്കലാണ് പുതിയ തന്ത്രം.